പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. സീതാദേവിയെ കണ്ടെത്തുവാൻ വേണ്ടി ലങ്കയിലേക്ക് ചാടുവാനുള്ള നിയോഗം ഹനുമാനിൽ വന്നു ചേരുകയാണ്. തൻ്റെ ശക്തിയെ തിരിച്ചറിയുന്ന ഹനുമാൻ ആകാശം മുട്ടെ വളർന്നു. വളരെ പിറകിൽ നിന്നുകൊണ്ട് ഓടി വന്ന് ആ മഹാസാഗരത്തെ ചാടുകയാണ്. ആ യാത്ര ലങ്കയിലേക്കാണ്. 100 യോജന ചാടണം. ആ യാത്രക്കിടയിൽ പല തടസ്സങ്ങളും ഉണ്ടായി. മൈനാകപർവ്വതം ഉയർന്നു വന്നിട്ടൊന്ന് വിശ്രമിച്ചു പോകുവാൻ പറഞ്ഞു. പക്ഷേ ഹനുമാൻ അതിന് തയ്യാറായില്ല. സുരസ വാ പുലർത്തി വിഴുങ്ങിയപ്പോൾ സുരസയുടെ വായിൽ കയറി പുറത്തേക്ക് വന്നു വയറ്റിലൂടെ. അമ്മയായ സങ്കല്പം അവിടെ ഉണ്ടാക്കുന്നു. ഓരോ സമയത്ത് അപകടങ്ങളെ തരണം ചെയ്യുവാൻ എന്തു ചെയ്യണമെന്ന് ഹനുമാന് കൃത്യമായിട്ടറിയാം. സുരസയോട് ഏറ്റുമുട്ടി സമയം കളയുവാനില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയാണെന്ന സങ്കല്പത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് സുരസയെ ചെയ്യുന്നത്. മൈനാകം ആദിത്യമരുളിയപ്പോൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ ലക്ഷ്യബോധത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കൊടുക്കുന്ന ഒരാതിഥ്യവും ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന അറിയിപ്പാണ് ഹനുമാൻ മൈനാകത്തിന് നൽകുന്നത്. നോക്കൂ, ഇവിടെയാണ് നാം ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ വിശ്രമമരുത്. ആ ലക്ഷ്യത്തിനിടയിൽ മോഹിപ്പിക്കുന്ന, വഴിതെറ്റിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളെ നമുക്ക് കണ്ടേക്കാം. പക്ഷേ ലക്ഷ്യം മറന്നു പോകരുത്. ലക്ഷ്യവും മാർഗവും സെറ്റ് ചെയ്യണം. ലക്ഷ്യം കൃത്യമായിരിക്കണം, മാർഗം സത്യവുമായിരിക്കണം. സത്യസന്ധമായ മാർഗത്തിലൂടെ കൃത്യമായ ഉദാത്തമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രാമധ്യയിൽ പ്രതിസന്ധികൾ ധാരാളമുണ്ട്. ഒരു കുട്ടിക്ക് കളക്ടറാവണമെങ്കിൽ അവന് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിക്കണം. ആ പരീക്ഷയിൽ വിജയിക്കുവാൻ അവന് ലക്ഷ്യബോധമുണ്ട്, പഠിക്കുവാനുള്ള ഉപകരണങ്ങളുമുണ്ട്. എന്നാൽ തടസ്സപ്പെടുത്തുന്ന പലതും അവന് ചുറ്റിലുമുണ്ടാവാം. ആ തടസ്സങ്ങളിൽ അവൻ പെട്ടുപോവുകയാണ് എങ്കിൽ അവൻ ഒരിക്കലും അവൻ്റെ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയുന്നില്ല. മദ്യവും സിനിമയും സീരിയലുകളും ടിവിയും കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈലും എല്ലാം തന്നെ അവനെ ഒരുപാട് ദോഷം നൽകുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അവനെ ഒരുപാട് ഉയർത്തുന്ന കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. ദോഷം നൽകുന്ന കാര്യത്തിൻ്റെ പിന്നാലെ മനസ്സ് ചഞ്ചലമായി സഞ്ചരിക്കുമ്പോൾ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയുന്നില്ല. ഇവിടെ ഹനുമാന്റെ ലക്ഷ്യം സീതാദേവിയെ കണ്ടെത്തണമെങ്കിൽ 100 യോജന സാഗരം അങ്ങോട്ട് ചാടണം, കണ്ടെത്തി 100 യോജന ഇങ്ങോട്ട് ചാടണം. വലിയ ദൗത്യമാണ് നൽകിയിരിക്കുന്നത്. അനേക ലക്ഷക്കണക്കിന് വാനരന്മാർ തന്നെ കാത്തിരിക്കുന്നു. സുഗ്രീവന്റെ ആജ്ഞയുണ്ട്. സീതാദേവിയെ കണ്ടെത്താതെ തിരിച്ചു വരുന്നവന്മാരെ മുഴുവൻ കൊന്നുകളയുമെന്ന സുഗ്രീവന്റെ ആജ്ഞ ലോകപ്രശസ്തമാണ്. അങ്ങനെ ആജ്ഞാപിക്കുന്ന രാജാവിന്റെ ആജ്ഞയെ ധിക്കരിക്കുവാനുള്ള ധൈര്യവും ഒരൊറ്റ വാനരനുമില്ല. അതുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വാനരന്മാരുടെ, തൻ്റെ സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കുവാനുള്ള ബാധ്യത കൂടിയാണ് ഹനുമാനെ സംബന്ധിച്ച് സീതയെ കണ്ടെത്തേണ്ട ആവശ്യം. കേവലം സീതാദേവിയെ കണ്ടെത്തുക എന്നതിലുപരി ഇപ്പോൾ ഹനുമാന്റെ ജീവന്റെ പ്രശ്നം പോലും ആയിരിക്കുകയാണ് സീതയെ കണ്ടെത്തുക എന്നുള്ളത്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എങ്ങനെയാണ് ശക്തിയും തന്ത്രവും ഒരുപോലെ ഹനുമാൻ ഉപയോഗിക്കുന്നത്? ലങ്കാലക്ഷ്മിയെ കണ്ടപ്പോൾ ഒരൊറ്റ അടിക്ക് അവളെ താഴെ വീഴ്ത്തുകയാണ് ചെയ്തത്. ആ കൈക്കരുത്ത് മനസ്സിലാക്കിയപ്പോഴാണ് ലങ്കാലക്ഷ്മി ഹനുമാനെ തിരിച്ചറിയുന്നത് എന്ന് മനസ്സിലാക്കുക. ആ വഴിമധ്യേ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്തുകൊണ്ട് ഹനുമാൻ ലങ്കയിലെത്തുന്നു. ലങ്കാദേവി ഹനുമാനെ തടുക്കുന്നു. ലങ്കാദേവിയെ ശക്തിയുടെ ഭാഷയിൽ പരിചയപ്പെടുത്തുന്നു. സമന്വയവും യുക്തിയും ശക്തിയും മൂന്നും എടുത്തിട്ടുണ്ട് ആ യാത്രയിലെ പ്രതിസന്ധികളെ പരിഹരിക്കുവാൻ വേണ്ടി ഹനുമാൻ. അതുകൊണ്ടാണ് ഹനുമാൻ നമുക്ക് മാതൃകയാകുന്നത്. ഹനുമാനെ പോലെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി മാർഗത്തെ ശുദ്ധീകരിക്കുക, മാർഗത്തിൽ ശക്തിയും യുക്തിയും ബുദ്ധിയും സമന്വയവുമെല്ലാം ഉപയോഗിക്കേണ്ടതെടുത്ത് ഏതാണോ ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിക്കുക. ഇതാണ് ഈ യാത്രയിലെ തത്വവിചാരം. മറ്റൊരു തത്വവിചാരവുമായിട്ട് നമുക്ക് നാളെ സംവദിക്കാം. ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം.
വന്ദേ മാതരം.